ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരും അവരുടെ ഫാമിലിയും ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രഗ്നൻസി എമർജൻസിയെക്കുറിച്ചാണ്. ഷോൾഡർ ഡിസ്റ്റോഷ്യ. നോർമൽ ഡെലിവറി നടക്കുന്ന ടൈമിൽ കുഞ്ഞിൻ്റെ തല പുറത്തു വന്നതിന് ശേഷം കുഞ്ഞിൻ്റെ തോൾഭാഗം അമ്മയുടെ പെൽവിക് ബോണിൽ, അതായത് ഇടുപ്പെല്ലിൽ ചെറുതായിട്ടൊന്ന് ലോക്കായി പോകുന്ന അവസ്ഥയാണ് ഇത് വരാനുള്ള മെയിൻ റീസൺസ് അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി മാക്രോസോമിയ. സ്കാനിങ്ങിൽ കുഞ്ഞിന് സാധാരണയേക്കാൾ കൂടുതൽ വണ്ണമുണ്ടെന്ന് കാണുമ്പോൾ, പ്രത്യേകിച്ച് 4 കിലോയ്ക്ക് മുകളിൽ. രണ്ടാമതായി ജസ്റ്റേഷൻ ഡയബറ്റിസ്. ഗർഭകാലത്ത് അമ്മമാർക്ക് ഷുഗർ ലെവൽ കൂടുകയും അത് പ്രോപ്പറായി കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോൾ. മൂന്നാമതായി മെറ്റേണൽ ഒബീസിറ്റി. അമ്മയ്ക്ക് അമിതമായ വണ്ണമുണ്ടെങ്കിലും ഈ ഒരു കണ്ടീഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചില സമയങ്ങളിൽ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ തോളിലെ ഞരമ്പുകൾക്ക് ചെറിയൊരു വലിച്ചിലുണ്ടായേക്കാം. ഇതിന് എർത്ത് പാസി എന്നാണ് പറയുന്നത്. ഇതിന് ശേഷം കുഞ്ഞ് കൈ അധികം അനക്കിയെന്ന് വരില്ല. എന്നാൽ കൃത്യമായ ഫിസിയോതെറാപ്പിയിലൂടെയും കെയറിങ്ങിലൂടെയും നമുക്കിത് ക്യൂർ ചെയ്യാൻ സാധിക്കുന്നതാണ്.